അങ്ങനെ ഫ്രൈഡേ ഈവനിങ് ആയി ഗൈസ്. ഞാനും എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് ക്ലാസ്സിലിരുന്നപ്പോൾ എനിക്ക് ഷവർമ തിന്നാൻ വല്ലാത്ത മോഹം തോന്നി ഗൈസ്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, കഴക്കൂട്ടം എത്തുന്നു, ഷവർമ കഴിക്കുന്നു. അതായിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് എനിക്ക് കടകളൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. മുഫാസിൽ സലാം ഒരു വളർന്നു വരുന്ന ബാഡ്മിൻ്റൺ പ്ലെയറാണ് അവൻ. അവൻ്റെ കോർട്ട് അടുത്തായത് കൊണ്ട് ഞാൻ അവന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. അവൻ്റെ ഗെയിം നൈസായിരുന്നു. ഇന്തോനേഷ്യയിലൊക്കെ പോയി മത്സരിച്ചൊരു പുള്ളിയാണ് ഇവൻ. പിന്നെ അവൻ്റെ ഗെയിംസൊക്കെ നോക്കി ഞാനങ്ങനെ സുഖിച്ചിരുന്നു. വല്ലാത്ത ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് മുഫാസിൽ സലാം. ഡിറ്റർമിനൻ്റായ ചങ്ങാതി വരാൻ ലേറ്റ് ആവുന്നതിനാൽ എൻ്റെ ബിസിനസ് മാൻ ഫ്രണ്ടായ അനീസ് റഹ്മാൻ അവൻ്റെ പുഷ്പക വിമാനത്തിലെത്തി. റൂൾസ് തെറ്റിച്ച് ഞങ്ങൾ അതും പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോയത്. എവിടെ? ദസിക്കുപ്പയിലോട്ട് ഷവർമ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ കഴക്കൂട്ടം ദസിക്കുപ്പയിലും എത്തി. 3 ഷവർമ 3 നാരങ്ങ വെള്ളം ഓർഡറാക്കി. ആ മൂന്നാമത്തെ ആൾ വേറെ ആരുമല്ല ഗൈസ്, അത് ഞങ്ങളുടെ സ്നേഹ സജീവാണ്. പിന്നെ ഓർഡറൊക്കെ പാസ്സാക്കി ഭയങ്കര മാസൊക്കെ കാണിച്ച് നമ്മുടെ ജെൻറ്റിൽമാനായ അനീസ് റഹ്മാൻ സീറ്റിലോട്ട് പോവാണ്. സീറ്റ് അകത്തോട്ട് ഇരിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അവിടെ ആൾക്കൂട്ടം കണ്ട് ഇൻട്രോവേർട്ടായി തിരിച്ച് മടങ്ങി വന്ന അനീസ് റഹ്മാനാണ് നിൽക്കേണ്ടത്. പിന്നെ ഞാൻ വലിയ മാസമായിട്ട് തിരിച്ച് അവിടെ പോയിരുന്നു. പിന്നെ സ്നേഹ സജീവം വന്നു, ഫുഡും കഴിച്ചു, തിരിച്ചു പോകാൻ റെഡിയായിരിക്കുകയാണ് ഞങ്ങൾ. അൺപ്ലാനിങ് ആയ ഈ ഒരു മീറ്റപ്പും കഴിഞ്ഞ് ആഗ്രഹിച്ചതുപോലെ ഷവർമയും കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ചെയ്തൊരു ഫീലായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ അനീസിൻ്റെ എസ്റ്റിലോയിൽ വിട്ടു, ദ മെൻസ് ഹബ് അറ്റ് കണിയാപുരം. അവൻ്റെ കടയിലെ ഷൂസും ടീഷർട്ടും ഷർട്ടും എല്ലാം കണ്ട് എല്ലാത്തിനും ഓരോന്ന് എടുക്കാമെന്ന് തോന്നി ഗൈസ്. പക്ഷേ സാഹചര്യം ശരിയാവാത്തത് കൊണ്ടും കയ്യിൽ പൈസ കുറവായത് കൊണ്ടും ഞാൻ ഒന്നും മേടിച്ചില്ല. പിന്നെ നേരം വൈകിയത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലൊക്കെ പോയി ഫ്രഷായി ഈ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. ഓക്കെ, ബൈ.